ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ നിന്നും കിട്ടിയതാണ് ഈ ജാമ്പയ്ക്ക. ഇത്രയും ഉള്ളതിനാൽ അച്ചാറിടാനായി രണ്ടായി മുറിച്ചു. ചട്ടി അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായപ്പോൾ അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി പച്ചമുളകും ഇട്ടു. ഒപ്പം കറിവേപ്പിലയും പിരിഞ്ഞിട്ടു. ഇനി നന്നായി ഇളക്കാം. ഇനി 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം ഉലുവാപ്പൊടിയും ഇടാം. 3 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് നല്ല രീതിയിൽ ഇളക്കാം. കായപ്പൊടി തീർന്നു പോയി, അതിനാൽ ഒരു ചെറിയ കഷ്ണം കായമാണ് ഞാനിതിൽ ഇടുന്നത്. അത് ഇളക്കുമ്പോൾ നല്ല രീതിയിൽ അങ്ങ് അലിഞ്ഞുകൊള്ളും. മസാലകളുടെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചാമ്പയ്ക്ക അതിലിട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കാം. ചാമ്പയ്ക്ക എന്നും ഇതിന് പേരുണ്ട്. ഇനി അല്പം ഉപ്പ് കൂടി ഇടട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പിടാം. മസാലയുടെ കൂടെ തന്നെ ഇടാവുന്നതായിരുന്നു ഉപ്പ്, ഞാനത് വിട്ടുപോയതാണ്. നിങ്ങൾ മസാലയുടെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പിടണം. ഇനി നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ചെറുതീയിൽ 10 മിനിറ്റ് വെന്ത ശേഷം ഇളക്കി നോക്കിയാൽ പാകത്തിന് വെന്തോ എന്ന് അറിയാൻ സാധിക്കും. നല്ലവണ്ണം പാകമായി കഴിഞ്ഞാൽ തീ അല്പം കൂടി കൂട്ടിയിട്ട് ഒന്നിളക്കി ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാവുന്നതാണ്. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വളരെ നന്നായിട്ടുണ്ട്. ചാമ്പയ്ക്ക അച്ചാർ ആദ്യമായിട്ടാണ് ഞാൻ ഇടുന്നത്. തണുത്തപ്പോൾ മേറിബോയ് ഐസ്ക്രീമിൻ്റെ ബോട്ടിലാക്കി. താങ്ക് യു.